സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ രേവതി അടുക്കളയിൽ വന്ന് പാത്രങ്ങളൊക്കെ ഇങ്ങനെ പെറുക്കിക്കൊണ്ടൊക്കെ വന്ന് നിൽക്കുവാണ് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ. അപ്പോഴത്തേക്കും സച്ചിയുടെ അച്ഛൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോൾ എന്താ പണിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, ശ്രുതിനെ എന്തെങ്കിലും സഹായിക്കാമെന്ന് ഓർത്ത് വന്നതാണ്. അപ്പോൾ ശ്രുതി വേണ്ട ഇന്നെല്ലാം കുക്ക് ചെയ്യാമെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയും, ആചാരം അത് അങ്ങനെ തന്നെ പോട്ടെ മോളെ, ഇന്ന് മോൾ എന്താണല്ലോ അതിൻ്റെ വലിയൊന്ന് റെസ്റ്റ് എടുത്തോ, അത് ശ്രുതി തന്നെ അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറയുന്നു. മോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകണ്ട, മോൾ വേഗം പോയി റെസ്റ്റ് എടുക്കുക, ഇന്നെങ്കിലും മോൾ റെസ്റ്റ് എടുക്കുമെന്ന് ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ ചിരിച്ചിട്ട് അങ്ങ് കയറി പോവുകയാണ്. അതേസമയം പിന്നെയും കാണിക്കുന്ന അവരുടെ കിച്ചണിലാണ്. കിച്ചണിൽ വന്നേച്ച് ശ്രുതി ഇങ്ങനെ വന്ന് നോക്കുക, നിറയെ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാൻ കിടക്കുവാണ്. അപ്പോഴത്തേക്ക് ആ പാത്രത്തിൻ്റെ എല്ലാം അടുത്ത് വന്ന് നിന്നിട്ട് മുഖഭാവമൊക്കെ ആകെ ഇനി ഇതെല്ലാം ഞാൻ എങ്ങനെ തീർക്കും എന്നുള്ളൊരു മുഖഭാവത്തോടു കൂടിയാണ് വരുന്നത്. ആകെ ദേഷ്യമൊക്കെ ആയിട്ടാണ്. അപ്പോഴത്തേക്കും അവരുടെ അമ്മ വരുന്നുണ്ട്. അമ്മ ഒന്നിച്ചേക്കും, എന്താ മോളെ ഇങ്ങനെ നിൽക്കുന്നത്, മോൾ ഇതേ ആ പാത്രമൊക്കെ വേഗം ഒന്ന് കഴുകി വയ്ക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ശ്രുതി അവിടെ പോയി ആ പാത്രമൊക്കെ കഴുകി വെക്കുവാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ പാത്രമൊക്കെ കഴുകി വെക്കുന്നത് ഇവരുടെ അമ്മ പുറകിൽ പോയി ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുക. എന്നിട്ട് അത് കഴുകി കഴിയുമ്പോഴേ കുറേ പച്ചക്കറിയും സവോളയൊക്കെ എടുത്ത് കൊടുത്തിട്ട് പറയും, ഇതെല്ലാം വേഗം ഒന്ന് അരിഞ്ഞു വയ്ക്കാൻ പറയുന്നു. അപ്പോഴത്തേക്ക് അവളത് വേഗം അരിയെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അവളുടെ കണ്ണിൽ കൂടെ വെള്ളം വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആസ്വദിച്ച് അവരുടെ അമ്മ അങ്ങ് നിൽക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ, എന്നിട്ട് വേഗം അവൾ കറി ഇളക്കും. അപ്പോൾ കറി ഇളക്കിയിട്ട് ഉപ്പിടാൻ തുടങ്ങുമ്പോഴത്തേക്കും അവരുടെ അമ്മ അതിൻ്റെ അടിയിൽ കൈ പിടിക്കും. അപ്പോഴത്തേക്ക് ഉപ്പ് കറിയിൽ വീഴുന്നില്ല. അപ്പച്ചയ്ക്ക് ഇങ്ങനെ എന്താണെന്ന് ചോദിക്കും, മോളിന് ഉപ്പ് കൂട്ടാതെ വേണം ഭക്ഷണം കഴിക്കാനായിട്ട്, മോള് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഉപ്പിട്ട് കഴിച്ചോളാം, അതുകൊണ്ട് മോളിപ്പോൾ ഉപ്പിടണ്ടെന്ന് പറയണം. അവളിങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി ഇളക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നതാണ്. നിറച്ച് പണിയാണ് ശ്രുതിക്കാണ് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, ദേഷ്യമൊക്കെ വരുവാണ്. പിന്നെ ആണെങ്കിൽ രേവതി ഇങ്ങനെ പാത്രമൊക്കെ ആയിട്ട് മുറ്റത്ത് നിൽക്കും. അപ്പോഴത്തേക്കും അവരുടെ അച്ഛൻ വന്നിരിക്കും, എന്താ മോളിങ്ങനെ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ മോളെന്തായിരുന്നു കോലം വരയ്ക്കാത്തതെന്ന് അമ്മ പറഞ്ഞു, വരയ്ക്കണ്ട. അതെന്താ അങ്ങനെ പറഞ്ഞത്, എന്നും മോളല്ലേ വരയ്ക്കുന്നത്, പിന്നെന്താ ഇന്ന് വരയ്ക്കാത്തത്, ഇവിടെ എല്ലാവരും പോകുന്നതിന് മുന്നേ കോലം വരയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊരു അമ്മ വരയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ടാന്ന് പറയും. അതെന്താ അങ്ങനെയെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് സച്ചി വരുന്നുണ്ട്. അപ്പോൾ സച്ചിക്ക് ഇതെന്താ ഇത്രയും നേരമായിട്ട് കോലം വരയ്ക്കാത്ത, ഞാൻ പോകാൻ ഇറങ്ങുമെന്ന് പറയും. അപ്പോൾ അമ്മ വരയ്ക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാന്ന് പറയും. അപ്പോഴത്തേക്കും ശ്രുതിനെ വിളിച്ചുകൊണ്ട് ഇവരുടെ അമ്മ വരുവാണ്. അപ്പോൾ ശ്രുതി പറഞ്ഞു, അമ്മ വീട് കയ്യേന്ന് വിടും, ഞാനങ്ങ് വരാം, ഇനി നീ ഇവിടെ വാ, നിനക്ക് എന്താ മടിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതിയുടെ കയ്യെ പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് ശ്രുതിയും പുറകെ വരുന്നുണ്ട്. ഇനി ഇവിടെ കോലം വരയ്ക്കുന്നത് ശ്രുതിയാണ്. നീ അങ്ങോട്ട് മാറി നിൽക്കുക രേവതി എന്ന് പറയുന്നുണ്ട്. രേവതിയുടെ അത് കോലം വരയ്ക്കാനുള്ളത് മേടിച്ച് കൊടുക്കുകയാണ്. ശ്രുതിക്കാടെ വരയ്ക്കാനൊന്നും അറിയില്ല. അപ്പോഴത്തേക്കും പറയും, ശ്രുതിയാണ് ഇനി നന്നായിട്ട് കോലം വരയ്ക്കുന്നത്, നീ വരയ്ക്കുന്നതൊക്കെ കോലമാണോ, അതിന് കോലം എന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ശ്രുതി വരയ്ക്കാൻ വേണ്ടി ശ്രുതിക്ക് എന്ത് ചെയ്താൽ വരയ്ക്കാൻ അറിയില്ല, വരച്ചിട്ട് ശരിയാവണില്ല. അപ്പോഴത്തേക്ക് സച്ചി ഓരോന്നൊക്കെ പറഞ്ഞ് ഒന്ന് കളിയാക്കുവാണ്. അപ്പോഴത്തേക്കും അവരുടെ അമ്മ പറയുന്നുണ്ട്, നീ മിണ്ടായിരിക്കും സച്ചി, ശ്രുതി നന്നായിട്ട് വരയ്ക്കും, ശ്രുതി നല്ല ഭംഗിയായിട്ട് വരയ്ക്കാൻ പറയുന്നു. അപ്പോൾ പറയും, ഇതെന്തോ ഈ വരയ്ക്കുന്നതെന്നൊക്കെ, ഇതെന്ത് കോലക്കേടാണോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ സച്ചി ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ശ്രുതി സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്, ശ്രുതി നിനക്ക് നന്നായിട്ട് വരയ്ക്കാൻ പറ്റും, ഞാനും നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയും ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങണം. ശ്രുതിയാണ് വരച്ചിട്ട് ഒന്നും ശരിയാവുന്നില്ല. അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട്, ഒരു സ്കെയിലെടുത്തുകൊണ്ട് ഞാൻ വരയ്ക്കാം എന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, ഇവനെങ്ങനെ ഡിഗ്രി കിട്ടി, ഇവനൊരു വരയ്ക്കാൻ പോലും അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയാം. എന്നാണ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എടുത്തുകൊണ്ട് വെച്ച് വരയ്ക്കുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും ശ്രുതി വരയ്ക്കുമ്പോൾ ആകെ തെറ്റിപ്പോയി, റൗണ്ട് പോലും ശരിക്കും വരയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും അവരുടെ അമ്മ പറയും, ശ്രുതി നീ വരച്ചത് മതി, ശ്രുതി നന്നായിട്ട് വരച്ചോളൂ എന്ന് പറഞ്ഞാൽ ശ്രുതി വരച്ചിട്ടൊന്നും ശരിയാവണില്ല. ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് വരച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് രേവതി പറയുന്നുണ്ട്, അമ്മ അവർക്ക് അറിയില്ല ഞാൻ വരയ്ക്കാൻ. അപ്പോഴത്തേക്കും രേവതിയോട് പറയും, നീ മിണ്ടാതിരിക്കുന്ന, നിൻ്റെ കാര്യം നോക്കി അകത്ത് കയറിപ്പോൾ ശ്രുതി മോള് വരച്ചോളൂ എന്ന് പറയുന്നു. അപ്പോൾ സച്ചി പറയും, എനിക്കൊന്നും വരച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന പോലെ നിൽക്കാൻ സമയമില്ല, ഞാൻ എന്നാളും പോകാൻ ഇറങ്ങുവാന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഇവിടെ ഇന്ന് ആര് വന്നാലും ഇത് കോലം കണ്ടാൽ ചിരിച്ച് മടുക്കൂ എന്ന് പറയുന്നു. ശ്രുതിക്കാണ് ഒട്ടും വരയ്ക്കാൻ പറ്റുന്നില്ല, ശ്രുതി വരച്ച കോലം എല്ലാം കൊളായി പോകുന്നുണ്ട്. അതിനുശേഷമാണ് വർഷയൊക്കെ വന്നിട്ട് ഇത് കാണുന്നുണ്ട്, വർഷയൊക്കെ ചിരിയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ഇങ്ങനൊരു ഭാഗമാണ് കാണിക്കുന്നത്. അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം.